ഹലോ നമസ്കാരം. എല്ലാവർക്കും അച്ചൂസ് മീഡിയ ഒഫീഷ്യലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് സാംസങ്ങിൻ്റെ ടോപ്പ് ലോഡ് കാറ്റഗറി വരുന്ന ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനായ എക്കോ ബബിളിൽ കൂടി എങ്ങനെ ടപ്പ് ക്ലീൻ ചെയ്യുക, അതായത് എങ്ങനെ നമ്മളെ വാട്ടർ ഫോഴ്സ് നമ്മളെ വാഷിംഗ് മെഷീനിലോട്ട് ഉള്ളിലോട്ട് പോകുന്ന ആ ഹോസ് എങ്ങനെ നമുക്ക് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതിന് പ്രത്യേക സിമ്പലോ കാര്യങ്ങളോ വാണിങ്ങോ ഒന്നും തന്നെ വാഷിംഗ് മെഷീൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത് നമ്മളൊരു 3 മാസം കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് ഊരിയിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ക്ലീനിങ് പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലോട്ട് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ വാഷിംഗ് മെഷീൻ്റെ പുറകെ സൈഡിലോട്ട് വന്നതിന് ശേഷം ഈ ഒരു ഹോസ് പവർ ഉണ്ടാവും, അതായത് വാട്ടർ ഫോഴ്സ് ചെയ്യുന്ന നമ്മൾ ടാപ്പ് കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ എപ്പോഴും ഓപ്പൺ ചെയ്ത് ടാപ്പ് തുറന്ന് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിൽ നമ്മൾ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വാഷിംഗ് മെഷീനിലോട്ട് കണക്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗം നമ്മളൊരു നെറ്റ് പോലെ സുതാര്യമായിട്ടൊരു ഇതിൽ കൂടി ആയിരിക്കും അത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ വളരെ കെയർ ചെയ്ത് തന്നെ നമ്മൾ അത് ഇളക്കിയെടുക്കണം. നോർമലി തന്നെ നമ്മൾ പ്രഷറൊക്കെ കൊടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലാസ്റ്റിക് വരുന്നൊരു ഭാഗം പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കൂടെ എങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. വാട്ടറിൻ്റെ ഫോഴ്സ് ഓഫാക്കാതെ തന്നെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, ഒരു ഭാഗത്ത് പ്രഷർ കൊണ്ടിട്ട് ആ ഭാഗത്തുള്ള ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോഴ്സായിട്ട് ഒന്ന് ഇതാവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ടറിൻ്റെ ടാപ്പ് ഓഫ് ചെയ്തതിന് ശേഷം ചെയ്യാം. ഇതിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൽ എത്രത്തോളം ഡസ്റ്റും കാര്യങ്ങളും, അതായത് അഴുക്കും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടെന്ന് കാണാൻ പറ്റുക. ഇത്രത്തോളം അഴുക്കാണ് പിടിച്ചിട്ട്. ഇത് ഒരു 3 മാസം അടുപ്പിച്ചതായിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ വാട്ടർ എത്രത്തോളം ക്ലിയർ ആയിട്ടുണ്ടോ അത്രത്തോളം അഴുക്ക് അതിൽ കുറയും. ഇത് ക്ലിയറൻസ് കുറവായതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു നല്ല രീതിയിൽ ഡസ്റ്റും കാര്യങ്ങളും എല്ലാം അതിൽ വന്ന് നെറ്റ് ക്ലോസ്ഡ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ക്ലീൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ഡ്രസ്സിലോട്ട് പോവുകയും വാഷിങ് ആ സമയത്ത് അത് സ്പ്രെഡ് ആവുകയും ചെയ്യുകയൊക്കെ ചെയ്യും. ഇപ്പം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം ആ ഒരു നൈസായിട്ടൊരു ഹോളുണ്ടാവും. അപ്പം നമുക്കത് കൈകൊണ്ട് ഓപ്പൺ ചെയ്യാനായി ചിലപ്പോൾ സമയങ്ങളിൽ പാടായിരിക്കും. അപ്പോൾ അതിനൊക്കെ ചെറിയൊരു സ്കൂട്ടർ എടുത്തിട്ട് സ്മൂത്തായിട്ട് പിടിക്കുക. വലിയൊരു പ്രഷർ നമ്മളവിടെ കൊടുക്കേണ്ട കാര്യമില്ല. പ്രഷർ കൊടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു സൈഡ് ചിലപ്പം ബ്രേക്ക് ആവാനായിട്ട് വളരെ ചാൻസ് കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇത് കണക്ക് സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ചെറിയ രീതിയിൽ പതിയെ ഒന്ന് പ്രസ് ചെയ്ത് നമ്മൾ ഓപ്പൺ ചെയ്തെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ ഒറ്റ ഇതിലൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബലമൊക്കെ അറിയാമല്ലോ, അത്ര നൈസായിട്ടുള്ള ഒരു ഹോളും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഭാഗത്ത് വരുന്നത്. അപ്പോൾ വളരെ സ്മൂത്തായിട്ട് ഇതുപോലെ ഊരിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു അഴുക്കും കാര്യങ്ങളൊക്കെയാണ് ഇത് കാണുന്നത്. വളരെയധികം അഴുക്കും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഉള്ളിലുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പുറമേയുള്ള ആ ഒരു ഭാഗത്ത് വന്ന അഴുക്കാണ്. ഇനി അകത്തോട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് വലിയൊരു പ്രശ്നങ്ങൾ കാണുന്നില്ല. അത് പിന്നെ ഈ ചെറിയ ബ്രഷോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നിട്ട് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഊരിയെടുത്ത ആ ഒരു ഭാഗം നെറ്റൊന്ന് നല്ല രീതിയിൽ ഒന്ന് ക്ലിയർ ആയിട്ട് വാട്ടറിൻ്റെ ടാപ്പ് തുറന്ന് ആ ഒരു ഫോഴ്സിൽ നമ്മൾ വാഷ് ചെയ്യണം. അപ്പം ഈ രീതിയിലായിരിക്കും നമുക്ക് ഫൈനലായിട്ട് ക്ലിയർ ആയിട്ട് ഞാനൊരു ടൂത്ത് പേസ്റ്റ് ഒരു ബ്രഷ് അതിപ്പോൾ അത് നമ്മൾ ബ്രഷ് ചെയ്യുന്ന നോർമൽ ബ്രഷ് എടുത്താണ് ചെയ്യുക. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പം അതിന് നല്ല രീതിയിൽ നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് തിരിച്ച് അതിലോട്ട് ഫിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മളിത് ഊരിയെടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും തന്നെ ഇവിടെ ഒന്നും വരുന്നില്ല. നമുക്ക് റിട്ടേൺ ആയിട്ട് വെക്കാൻ വളരെ എളുപ്പവും കാര്യങ്ങളൊക്കെ. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക എന്നതിട്ട്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ അറിയാത്തവരിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പാസ് ചെയ്ത് എത്തിക്കുക. ഓക്കെ, താങ്ക് യു.